മൗനരാഗം. രചന, അവതരണം ഋതു. അതാരാ മഹിയേട്ടാ? പുറത്തുനിന്ന് ആരോടോ സംസാരിക്കുന്ന ശ്രീഹരിയിലേക്ക് നോട്ടം പായിച്ച് ശ്രീലക്ഷ്മി ചോദിച്ചു. വീർത്തു വന്ന കവിൾത്തടത്തിൽ ഐസ് ക്യൂബ് വെച്ച് തടവിക്കൊടുക്കുകയായിരുന്നു ശ്രീഹരി. അപ്പോഴാണ് ഒരു കാറ് മുറ്റത്തേക്ക് വന്നത്. അവൾ സംശയത്തോടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ശ്രീഹരി അപ്പോഴും അവളുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. ഐസ് പാക്ക് മുഖത്ത് തന്നെ വെക്കുക കേട്ടോ, ഞാൻ ഇപ്പോൾ വരാം. കാറിൽ നിന്ന് ഇറങ്ങിയ ആളുടെ വേഷം കണ്ടാൽ തന്നെ അറിയാം ആളൊരു അഡ്വക്കേറ്റ് ആണെന്ന്. ശ്രീഹരിയും അയാളും ചേർന്ന് മുറ്റത്തുള്ള സിമൻറ്റ് ബെഞ്ചിലിരുന്നു. എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അതിനിടയിൽ അയാൾ കൊണ്ടുവന്ന ഒരു ഫയലിൽ ശ്രീഹരി ഒപ്പിട്ട് കൊടുത്തു. അപ്പോഴാണ് അപ്പൂസിനെ വിട്ട് മഹേഷ് അകത്തേക്ക് വന്നത്. നന്നായി വേദനിച്ചോ പെങ്ങളെ? ഇപ്പോൾ കുറവുണ്ട്. പുറത്തുനിന്ന് ഗൗരവത്തിൽ സംസാരിക്കുന്നവരിലേക്ക് തന്നെയായിരുന്നു അവളുടെ നോട്ടം. മഹേഷിനോട് അതാരാണെന്ന് ചോദിക്കണമെന്ന ആഗ്രഹമുണ്ട്. എന്നാലും ഒരു മടി. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടാൽ ഇഷ്ടാവില്ല എന്ന് തോന്നി. എന്നാലും സംസാരം നീണ്ടുപോയപ്പോൾ അവൾക്ക് ചോദിക്കാതിരിക്കാനായില്ല. അത് രാജശേഖരൻ വക്കീലാ, ഹരിയേട്ടൻ്റെ പരിചയക്കാരൻ. അപ്പോൾ അങ്ങനെ ചെയ്യാല്ലേ? രാജശേഖരൻ പേപ്പറെല്ലാം ഫയലിലേക്ക് തിരികെ വെച്ച് കാറിൻ്റെ ഡോർ തുറന്നു. ശ്രീഹരി തലയാട്ടിക്കൊണ്ട് സമ്മതം നൽകി. അപ്പോഴാണ് ശ്രീലക്ഷ്മി പുറത്തേക്ക് വന്നത്. അവളെ കണ്ട് രാജശേഖരൻ സംശയത്തോടെ അവനെ നോക്കി. ഞാൻ നാളെ ഓഫീസിലേക്ക് വരാം, എന്നിട്ട് സംസാരിക്കാം. അവൻ അധികം ഒന്നും പറയാൻ നിന്നില്ല. അയാൾ അപ്പോൾ തന്നെ കാറിൽ കയറി തിരിച്ചുപോയി. ശ്രീഹരി സിറ്റ് ഔട്ടിലേക്ക് കയറിയതും മറ്റൊരു കാർ ഗേറ്റ് കടന്നെത്തി. രണ്ടുപേരും സംശയത്തോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ അശോകേട്ടൻ ഒരു ചിരിയോടെ പുറത്തേക്ക് വന്നിരുന്നു. അയാൾ മുൻവശത്തെ ഡോറിലേക്ക് കണ്ണ് ചലിപ്പിച്ചുകൊണ്ട് ശ്രീഹരിയെ നോക്കി. പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആളെ കണ്ട് അവനും ചിരിച്ചു. മീനയാണ്, അശോകേട്ടൻ്റെ ഭാര്യ. ശ്രീഹരിയെ അവൾക്ക് സ്വന്തം മകനെ പോലെ കാര്യമാണ്. പുറത്തേക്ക് ഇറങ്ങി വന്ന മീനമ്മയുടെ മുഖം കൂർത്തിരുന്നു. കാരണം എന്താണെന്ന് അറിയാവുന്ന ശ്രീഹരി അങ്ങോട്ടേക്കധികം നോക്കാൻ നിന്നില്ല. അശോകേട്ടൻ്റെ ഭാര്യയാ? അവരെ സംശയത്തോടെ നോക്കുന്ന ശ്രീലക്ഷ്മിയോട് അവൻ പറഞ്ഞു. രണ്ടുപേരും വീട്ടിലേക്ക് കയറി. ശ്രീലക്ഷ്മിയെ കണ്ട് മീനയുടെ മുഖം വിടർന്നു. എന്നാൽ അടുത്ത നിമിഷം ശ്രീഹരിയെ തറപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ട് ഇരുത്തി മൂളി. എല്ലാവരും അകത്തേക്ക് കയറി സോഫയിലിരുന്നു. ശ്രീലക്ഷ്മി അല്പം മാറി നിന്നു. എന്താ നിന്റെ ഉദ്ദേശം ഹരി? യാതൊരു മുഖവുരയുമില്ലാതെ മീന ചോദിച്ചു. എന്തുദ്ദേശം മീനമ്മ? ഹരി, നീ അത്ര ബുദ്ധിയില്ലാത്ത ചെക്കനല്ലാന്ന് എനിക്കറിയാം. ഈ മഹേഷ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ 2 തല്ലെങ്കിലും കൊടുക്കായിരുന്നു. ഇതിപ്പോൾ... അത് കേട്ടതും മഹേഷ് നെറ്റി ചുളിച്ചു. അതെന്താ, എനിക്ക് മാത്രം ഒരു പ്രത്യേകത? അതിന് മറുപടി കൊടുക്കാതെ മീന ശ്രീലക്ഷ്മിയുടെ മുഖത്ത് നോക്കി. അവൾ വല്ലാത്തൊരു വീർപ്പുമുട്ടലോടെ മുഖം കുനിച്ചു നിന്നു. ഈ കുട്ടിയെ ഇവിടെ ഇങ്ങനെ വെറുതെ നിർത്തിക്കാനാണോ നിന്റെ ഉദ്ദേശം? അവർ സാരിത്തുമ്പ് വലിച്ച് മുന്നോട്ടിട്ടുകൊണ്ട് നീങ്ങിയിരുന്നു. അല്ല, ലക്ഷ്മി നാളെ കഴിഞ്ഞ് കോളേജിൽ പോകും. അങ്ങനെ ഇവിടെ തന്നെ ഇരുത്താൻ പറ്റുമോ? ചെറുചിരിയോടെയാണ് അവൻ പറഞ്ഞത്. ദേ ഹരി, നിനക്കൊന്നും മനസ്സിലാവാത്തതുപോലെ സംസാരിക്കല്ലേ. എന്ത് ബന്ധത്തിൻ്റെ പേരിലാണ് ഈ കുട്ടി ഇവിടെ നിൽക്കുക? അതും നിന്നെ പോലൊരു ആണൊരുത്തം മാത്രം താമസിക്കുന്ന വീട്ടിൽ. ഒരു വീട്ടിൽ താമസിക്കാൻ ബന്ധത്തിൻ്റെ കണക്ക് വേണമെന്ന് നിർബന്ധമുണ്ടോ? ഉണ്ട്. കാരണം നമ്മുടെ ചുറ്റും ആൾക്കാരുണ്ട്. അവർ എന്തൊക്കെയാ പറയാമെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? നാട്ടുകാർ പറയുന്നത് കേൾക്കാൻ ഞാൻ അവരുടെ ചെലവിലല്ലല്ലോ മീനമ്മ നിൽക്കുന്നത്. അതുകൊണ്ട് ആ ടെൻഷൻ എനിക്കില്ല. പിന്നെ ഇതെൻ്റെ വീടാ. ഇതിനകത്ത് വന്ന് ആരും എന്നെ ചോദ്യം ചെയ്യില്ല. അവൻ തലയുയർത്തി തന്നെ മറുപടി കൊടുത്തു. ശ്രീലക്ഷ്മിക്ക് വല്ലാത്ത സങ്കടം വന്നിരുന്നു. രാവിലത്തെ പ്രശ്നം കൊണ്ട് തന്നെ അവൾ ആകെ തളർന്നതാണ്. ഇനി ആരുടെയെങ്കിലും വാക്കുകൾ കേൾക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അവൾ സ്കേർട്ടിൽ 2 കൈയും മുറുക്കി പിടിച്ചു. അവളിലെ പിരിമുറുക്കം ശ്രീഹരി ശരിക്കും മനസ്സിലാക്കി. ഡി, ഇങ്ങോട്ട് വരുമ്പോൾ നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയാൻ നിൽക്കണ്ട. അശോകൻ മീനയെ ദേഷ്യപ്പെട്ട് നോക്കി. നിങ്ങൾക്കങ്ങനെ പറയാം. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കൊക്കെ ഇതിലെന്താ നഷ്ടപ്പെടാനുള്ളത്?
അതുപോലെയാണോ ആ കൊച്ചിൻ്റെ കാര്യം? ഇവൾ നാളെ പുറത്തിറങ്ങുമ്പോൾ ആരൊക്കെ എന്തൊക്കെ പറയുന്നു കേട്ട് തന്നെ അറിയണം. ഹരിയോട് ആരും മുഖത്ത് നോക്കി പറയില്ലായിരിക്കും. പക്ഷെ ഇവളോടോ? എപ്പോഴും നിനക്ക് ചുറ്റും നിന്ന് നോക്കി നടക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഞാൻ അതേ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ ഈ കുട്ടി ഇവിടെ നിൽക്കണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഒരു ബന്ധം വേണം. നാലാൾ മുഖത്ത് നോക്കി ചോദിച്ചാൽ പറയാനൊരു ബന്ധം. അശോകേട്ടന് ഞാൻ പറയുന്നത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? മീന അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അയാൾ എന്ത് മറുപടി പറയണമെന്നറിയാതെ മിണ്ടാതിരുന്നു. മീന എല്ലാവരെയും നോക്കി എഴുന്നേറ്റു. ശ്രീലക്ഷ്മിയുടെ അടുത്ത് ചെന്ന് കൈ പിടിച്ചു. ഞാൻ പറയുന്നത് കേട്ട് മോള് വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ നാടല്ലേ, നമ്മുടെ ആൾക്കാരുടെ നാവല്ലേ. കുട്ടിക്ക് ചിലതൊക്കെ കേൾക്കുമ്പോൾ സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ശ്രീലക്ഷ്മിയുടെ മുഖം ആകെ ചുവന്നു വന്നു. തുളുമ്പാൻ വെമ്പി നിന്ന കണ്ണുനീർ അവൾ തുടച്ചു നീക്കി. പകപ്പോടെ ശ്രീഹരിയെ നോക്കി. അവൻ്റെ നോട്ടവും അവളിൽ തന്നെയായിരുന്നു. പെട്ടെന്ന് മുഖം മാറ്റി മീനയെ നോക്കി. ഞാൻ പറഞ്ഞതാ ഹോസ്റ്റലിൽ നിന്നോളാന്ന്. പക്ഷേ അതിന് ഇത്രയും സൗകര്യമുള്ള വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് പോകേണ്ട ആവശ്യം എന്താ? മീന ചുറ്റും നോക്കി കൈമലർത്തി. നീ ഏതെങ്കിലും ഒരു തോണിയിൽ കാല് വെക്കേണ്ട ശ്രീമതി. അശോകൻ തലയിൽ കൈവച്ചു. ഞാൻ 2 തോണിയിലൊന്നും കാല് വെക്കുന്നില്ല. ഈ കൊച്ചിനോട് ഇവിടുന്ന് പോകാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ നീ എന്താ പറഞ്ഞത്? അയാൾക്ക് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. ഒരു ബന്ധവും ഇല്ലാതെ ഇങ്ങനെ നിൽക്കണ്ട എന്നല്ലേ പറഞ്ഞുള്ളൂ. അതിനെ ഒരു ബന്ധം ഉണ്ടാക്കിയാൽ പോരെ? മനസ്സിലാവാത്ത പോലെ ലക്ഷ്മി അവരെ നോക്കി. ശ്രീഹരി മറ്റെങ്ങോ നോക്കിയിരിപ്പാണ്. മഹേഷ് ആവട്ടെ എന്തോ ആലോചിച്ച് ചിരിച്ചു തുടങ്ങി. തെളിച്ച് പറയടി. അല്ല, എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഈ കൊച്ചിന് വേറെ എവിടെ പോകാനും പറ്റില്ല, ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഹരിക്ക് ഈ കൊച്ചിനെ അങ്ങ് കെട്ടിക്കൂടെ? അപ്പോൾ പിന്നെ ഒരാളും ഇവക്ക് നേരെ വാ തുറക്കില്ല. ഒരു പോലീസും അന്വേഷിച്ച് വരൂല. മീന പറയുന്നത് കേട്ട് ഞെട്ടിക്കൊണ്ട് ശ്രീലക്ഷ്മി പുറകോട്ട് നീങ്ങി ചുമരിൽ തറഞ്ഞു നിന്നു. ഹരിക്കും ഒരു തുണയൊക്കെ വേണ്ടേ? എത്ര കാലാന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ജീവിക്കുക? മീന പ്രതീക്ഷയോടെ അവനെ നോക്കി. അപ്പോഴും അവൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നും ഉണ്ടായില്ല. അശോകൻ്റെ മനസ്സിലും അത് തന്നെയായിരുന്നു. പക്ഷേ അവനോട് പറയാൻ പറ്റില്ല, സമ്മതിക്കില്ല എന്നറിയാം. അപ്പോൾ നല്ലത് മീനയുടെ ഇടപെടലാ. അവളോടാകുമ്പോൾ ഒരുപാടൊന്നും എതിർത്ത് പറയാൻ നിൽക്കില്ല. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് നീ എന്താ ഒന്നും മിണ്ടാത്തെ? മീന ശ്രീഹരിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പം ആലോചിക്കുന്നില്ല. പിന്നെ എപ്പോൾ ആലോചിക്കും? അതുവരെ ഈ കുട്ടിയെ ഇങ്ങനെ നിർത്താനാണോ ഉദ്ദേശിച്ചത്? എന്നൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ കൊണ്ടുപോകാം ശ്രീലക്ഷ്മിയെ. വീട്ടിൽ ഇപ്പോൾ തന്നെ കുറേ മുറി ഒഴിവാ. ഞാനാണെങ്കിൽ ഒറ്റക്കല്ലേ. പിന്നെ ഈ മോളെ കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം തോന്നിയേ. മീന ഗൂഢമായി ചിരിച്ചുകൊണ്ട് ഹരിയെ നോക്കി. നേരത്തെ പോലെയല്ല, അവൻ ദേഷ്യമടക്കാൻ പാടുപെടുന്നുണ്ട്. അതുകൊണ്ട് വിചാരിച്ചത് നടക്കുന്നുണ്ട് എന്ന് തോന്നിയ മീന വീണ്ടും തുടർന്നു. അശോകേട്ടൻ അറിയില്ലേ, എൻ്റെ ദേവിയുടെ മോൻ കിഷോർ. അവൻ നാട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ പെണ്ണ് നോക്കുക. ശ്രീലക്ഷ്മി അവന് ചേരും. സുന്ദരിയല്ലേ? അപ്പോൾ പിന്നെ ഹരിക്കും അത് ബുദ്ധിമുട്ടാവില്ലല്ലോ. എന്തു പറയുന്നു? ഞാൻ വീട്ടിൽ ചെന്ന് അവളെ ഒന്ന് വിളിക്കാം. ശ്രീലക്ഷ്മി ഇതെന്താ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ വേദനയോടെയും അമ്പരപ്പോടെയും ഹരിയെ നോക്കി. കൈവിരലുകൾ തമ്മിൽ കോർത്ത് കണ്ണിറുക്കി ഇരിക്കുകയാണ് അവൻ. മുഖമെല്ലാം ചുവന്നു വന്നിട്ടുണ്ട്. മീശ പോലും വിറക്കുന്നുണ്ട്. മോള് ചെന്ന് ഡ്രസ്സെല്ലാം എടുത്തു വെക്ക്. മീന അവനെ ഇടക്കണ്ണിട്ട് നോക്കി. അവൾ അങ്ങനെ എങ്ങോട്ടും വരുന്നില്ല. ലക്ഷ്മിയെ കെട്ടിക്കാൻ ആരും കരാറെടുക്കുകയും വേണ്ട. സമയമാകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അവളുടെ കാര്യത്തിൽ രണ്ടാമതൊരാൾ ഇടപെടണ്ട. ദേഷ്യത്തോടെ അവൻ സോഫയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ശ്രീലക്ഷ്മിക്ക് വല്ലാത്ത പേടി തോന്നി. താൻ കാരണം അവർ തമ്മിലുള്ള ബന്ധം ഇല്ലാതാകുമോ എന്ന് സംശയിച്ചു. ഉദ്ദേശിച്ച കാര്യം ഏതാണ്ട് നടക്കുമെന്നായ ഉറപ്പിൽ മീന മനസ്സിൽ ചിരിച്ചു. അല്ലടാപ്പനെ, അതിന് നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത്? ഞാനൊരു നല്ല കാര്യം പറഞ്ഞതല്ലേ. നിനക്കാണെങ്കിൽ ഇവളെ കെട്ടാൻ വയ്യ. ഒരു ബന്ധവും ഇല്ലാതെ പ്രായമായ ഒരു കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നു. നാളെ ഇവളെ ആരെങ്കിലും വന്ന് സ്വീകരിക്കുന്ന തോന്നുന്നുണ്ടോ? കാർത്തിയാണെങ്കിൽ പുറത്തൊക്കെ പോയി പഠിച്ചതല്ലേ. അവനങ്ങനെ ചിന്തിക്കാനൊക്കെ അറിയാം. ഹരിയുടെ നിയന്ത്രണം ആകെ തെറ്റിയിരുന്നു.
ദേഷ്യം വന്നാൽ മേൽകീഴ് നോക്കില്ല, ആരാണെന്നോ എന്താണെന്നോ നോക്കില്ല. അങ്ങനെ എൻ്റെ പേരും പറഞ്ഞ് അവൾക്കൊരു ചീത്തപ്പേരുണ്ടാവില്ല. വേറെ ആരും അവളെ കെട്ടും വേണ്ട, അതിന് ഞാൻ ഇവിടെയുണ്ട്. ശ്രീലക്ഷ്മി കണ്ണു മിഴിച്ച് അവനെ നോക്കി. കേട്ടത് തെറ്റിപ്പോയതാണോ? എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത്? അവൾ ശക്തിയിൽ തലകുടഞ്ഞു. ശരീരമാകെ വിയർത്തു വന്നു. ആരെയും മുഖമുയർത്തി നോക്കാനാകുന്നില്ല. ലക്ഷ്മി. മുഖത്തിനടുത്ത് നിന്ന് വളരെ മൃദുവായ ശബ്ദത്തിലുള്ള വിളി കേട്ട് അവൾ കണ്ണുകൾ ഉയർത്തി. തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടവൻ. അവളുടെ ഉടലൊന്ന് വിറച്ചു. ഹൃദയം ക്രമം തെറ്റി മിടിച്ചു. തളർച്ച തോന്നുന്നുണ്ടായിരുന്നു. ലക്ഷ്മിക്ക് ഇവിടെ നിൽക്കാൻ ഒരു ബന്ധത്തിൻ്റെ പേര് വേണത്രേ. കേട്ടല്ലോ അവർ പറഞ്ഞത്. നിലവിൽ നിന്നെ അങ്ങോട്ട് വിടാൻ എനിക്ക് കഴിയില്ല. ഞാനൊരു താലി കെട്ടിയാൽ തീരുന്ന പ്രശ്നമാണെങ്കിൽ അതിന് സമ്മതമാണോ ലക്ഷ്മിക്ക്? നേരത്തെ കണ്ട ദേഷ്യമില്ല, മുഖത്ത് നിറഞ്ഞ ശാന്തത മാത്രം. അവളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ദേഷ്യമൊക്കെ പെട്ടെന്ന് അങ്ങ് മാറും. ഒന്നും മിണ്ടാനാവാതെ, അവൻ ചോദിച്ചത് വിശ്വസിക്കാനാവാതെ തറഞ്ഞു നിൽക്കുകയാണ് ശ്രീലക്ഷ്മി. കേട്ടതൊന്നും സത്യമാവരുത് എന്നവൾ ആഗ്രഹിച്ചു. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ലക്ഷ്മി? ഹരി ചുമരിലായി കൈ ചേർത്ത് അവളുടെ അടുത്തേക്ക് കൂടുതൽ നീങ്ങി നിന്നു. ശ്രീലക്ഷ്മി വെപ്രാളത്തോടെ തന്നെ ഉറ്റുനോക്കുന്നവരിലേക്ക് മുഖം പായിച്ചു. മറുപടിക്കായി കാത്തു നിൽക്കുകയാണ് അവർ. മുഖമാകെ വിയർപ്പിൽ കുതിർന്നു. കാലിനടിയിൽ പോലും നനവ്. ഞാൻ വീട്ടിൽ പോയിക്കോളാം. കേൾക്കാൻ ആഗ്രഹിച്ച മറുപടി കിട്ടാതെ വന്നപ്പോൾ ശ്രീഹരിയുടെ മുഖം വീണ്ടും ചുവന്നു. അതവൾക്ക് മനസ്സിലായെങ്കിലും മറ്റൊന്നും പറയാൻ കഴിയുമായിരുന്നില്ല. അതാണോ ഞാൻ ചോദിച്ചത്? ഒരു കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല. തന്നെ ഇവിടുന്ന് വിട്ട അതൊരിക്കലും ശരിയാവില്ല. എൻ്റെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല. പക്ഷേ മീനമ്മ പറഞ്ഞതുപോലെ എൻ്റെ താലി തൻ്റെ കഴുത്തേക്കുള്ളിടത്തോളം കാലം ഒരുത്തനും നേർക്കുനേർ വന്ന് നിൽക്കില്ല. ആരെയും പേടിക്കാതെ തനിക്കിവിടെ നിൽക്കാം. ലക്ഷ്മിയെ ആലോചിച്ച് പറഞ്ഞാൽ മതി. ഹരി അവളിൽ നിന്ന് അല്പം മാറി നിന്നു. മീന അശോകേട്ടനെ നോക്കി തെളിഞ്ഞു ചിരിച്ചു. മഹേഷിൻ്റെ മുഖം നിറയെ സന്തോഷം. അപ്പോൾ ഇനി മോളാണ് സമ്മതം പറയേണ്ടത്. സത്യത്തിൽ ഈ ജന്മത്തിൽ ഇവൻ പെണ്ണ് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അതിങ്ങനെ നടക്കാനാകും യോഗം. മീന അവളുടെ വിയർത്ത മുഖത്ത് പറ്റിയ മുടിയിഴകൾ പുറകോട്ട് മാടി ഒതുക്കിക്കൊണ്ട് ചിരിച്ചു. എന്താ നമുക്കിറങ്ങിയാലോ? സംഭവം അറിഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് ഓടി വന്നതാ ഞാൻ. അമ്മയ്ക്ക് സുഖമില്ല, തിരിച്ചങ്ങോട്ട് തന്നെ പോകണം. മീന ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. ഹരി അശോകൻ്റെ മുഖത്ത് നോക്കി തലയാട്ടി. അയാൾ കൂടുതലൊന്നും പറയാതെ മുഖം കുനിച്ച് നിൽക്കുന്ന ശ്രീലക്ഷ്മിയെ ഒന്ന് നോക്കി കാറിനടുത്തേക്ക് നടന്നു. അവൾ അവിടെ തന്നെ നിന്നതേയുള്ളൂ. തിരിച്ചു പോകുന്ന വഴി മീന ഉറക്കെ ചിരിച്ചു. എന്നാലും നിങ്ങളുടെ ബുദ്ധി അപാരം തന്നെ. ശ്രദ്ധയോടെ ഡ്രൈവ് ചെയ്യുന്ന അശോകേട്ടൻ്റെ ചുമലിൽ തട്ടിക്കൊണ്ട് മീന വീണ്ടും ചിരിച്ചു. അതല്ലടി, അവൻ ഇതുവരെ ഒരു പെണ്ണിൻ്റെ മുഖത്ത് പോലും നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ആ കുട്ടിയെ കാണുമ്പോൾ ആ കണ്ണിലെ തിളക്കം, അത് അവൾക്ക് മാത്രമുള്ളതാ. എന്താ അതിൻ്റെ കാരണം? ആ കുട്ടിയോട് അവന് ഇഷ്ടമുണ്ട്. പക്ഷേ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. ആ കുട്ടിയുടെ മനസ്സ് നല്ലതാ, അതെനിക്കറിയാം. അവർ തമ്മിൽ ചേരും. അതുകൊണ്ടാവും ഇങ്ങനെയൊക്കെ നടന്നത്. അശോകൻ ചിരിച്ചുകൊണ്ട് മീനയുടെ മുഖത്ത് നോക്കി. അച്ചു, നീ വാതിൽ ഓർക്കുന്നുണ്ടോ? ഇന്നലെ ഞാൻ പോട്ടേന്ന് വെച്ചതാ. ഇന്നും കുളിക്കാതെയും തിന്നാതെയും ഇരിക്കാനാണോ നിന്റെ വിചാരം? അച്ചുവിൻ്റെ വാതിലിൽ ശക്തിയായി തട്ടിക്കൊണ്ട് മോഹനം വിളിച്ചു. അവൾ കട്ടിലിൽ തന്നെ ഇരിക്കുകയാണ്. ശ്രീഹരിയെ കാണാൻ പോകുമ്പോൾ ഇട്ട ഡ്രസ്സ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. രാത്രി ഒന്നുറങ്ങിയത് കൂടിയില്ല. പച്ചവെള്ളം കുടിച്ചില്ല. അതിൻ്റെ ക്ഷീണമെല്ലാം മുഖത്തുണ്ട്. ഒരുതരം ഉന്മാദാവസ്ഥയിലായിരുന്നു അവൾ. കരഞ്ഞു തളർന്നിരുന്നു. തിരിച്ച് അവളെ കൊണ്ടുവരുന്ന വഴി നിറയെ ശ്രീലക്ഷ്മിയെ വഴക്ക് പറയുകയായിരുന്നു മോഹനൻ. നടന്ന കാര്യങ്ങളൊന്നും അവൾ തിരുത്താനും പോയില്ല. എങ്കിലെന്താ സംഭവിക്കുക എന്ന് വ്യക്തമായിട്ടറിയാം. തൽക്കാലം അതെല്ലാം അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് അവൾ വിചാരിച്ചു. വീട്ടിൽ വന്നയുടൻ മുറിയിലേക്ക് ഓടിപ്പോയി വാതിലടച്ചതാണ്. അത്രയും ആൾക്കാരുടെ കൂട്ടത്തിൽ അങ്ങനെ നിൽക്കേണ്ടി വന്നതിൻ്റെ വേദനയായിരിക്കാമെന്ന് എല്ലാവരും കരുതി. വിവേകിന് അപ്പോഴും അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. വീട്ടിലെത്തിയ ഉടൻ അയാൾ മകനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല ശ്രീലക്ഷ്മിയെ.
അവൾ അങ്ങനെ ഒരു കുട്ടിയല്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ അവിടെ കണ്ട കാര്യങ്ങളെല്ലാം മോഹനൻ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. അവൻ്റെ മനസ്സാകെ കലങ്ങി. കുറേ കാലമായി ഉള്ളിൽ താലോലിച്ചു കൊണ്ട് നടന്ന ഇഷ്ടമാണ്. അവളെ അത് അറിയിക്കാൻ കൂടി കഴിഞ്ഞിട്ടില്ല. വാതിലിൽ നിർത്താതെയുള്ള മുട്ട് കേട്ട് അച്ചുവിന് തല പെരുത്തു. ഡി, ഇനിയും നീ ഇത് തുറന്നില്ലെങ്കിൽ ചവിട്ടി പൊളിക്കും ഞാൻ. പറഞ്ഞാൽ അത് ചെയ്യും അച്ഛൻ. അവൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവശയായി അച്ചു വാതിൽ തുറന്നു. തൻ്റെ മകളുടെ അവസ്ഥ കണ്ട് അതുവരെ ഉണ്ടായിരുന്ന ദേഷ്യമെല്ലാം അയാളിൽ നിന്ന് വിട്ടകന്നിരുന്നു. അവളെ കണ്ട് അമ്മ കരയാൻ തുടങ്ങി. ഈശ്വര, കുഞ്ഞിൻ്റെ കോലം കണ്ടില്ലേ? മഹേശ്വരി മകളുടെ തലയിൽ തടവി. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ കുതിച്ചൊഴുകി. എൻ്റെ മോള് വാ, ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഒന്ന് കുളിക്ക്, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അവൾക്കും കൂടുതൽ എതിർക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അമ്മ പറയുന്നതനുസരിച്ച് അവൾ ഡ്രസ്സെല്ലാം മാറ്റി കുളിക്കാനായി പോയി. അപ്പോഴും കണ്ണിന് മുന്നിൽ ശ്രീലക്ഷ്മിയിലേക്ക് പായുന്ന ഹരിയുടെ നോട്ടമായിരുന്നു നിറഞ്ഞു നിന്നത്. എല്ലാവരുടെയും മുന്നിൽ അപമാനിതയായി നിൽക്കുന്ന ശ്രീലക്ഷ്മിയെക്കുറിച്ച് അവൾ ഒരിക്കൽ പോലും ഓർത്തില്ല. കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവൾക്ക് കുറച്ച് ആശ്വാസം തോന്നി. ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളിൽ ഇരുന്നപ്പോൾ മോഹനൻ അവളെ ഒന്ന് നോക്കി. നിന്നോടല്ലെങ്കിലും ഞാൻ പറയാറുണ്ട്, തരക്കാരുമായി മാത്രമേ കൂട്ടു വേണ്ടൂന്ന്. അതെങ്ങനെയാ? പറഞ്ഞാൽ കേൾക്കണ്ടേ? ഇപ്പം എന്തായി? അച്ഛൻ്റെ വാക്കുകൾ കേട്ട് വിവേകിന് വല്ലാതെ അസ്വസ്ഥത തോന്നി. അവൻ പ്ലേറ്റിൽ കൈയിട്ട് ഇളക്കിക്കൊണ്ട് ഒന്നും കഴിക്കാതെ ഇരുന്നു. ഒരു നാണോ ഇല്ലാതെ അവൻ്റെ വീട്ടിൽ പൊറുതി തുടങ്ങിയിട്ടുണ്ട്. ഇനി മേലിൽ അവളുമായിട്ട് ഒരു ബന്ധവും വേണ്ട. കോളേജ് വെച്ച് കണ്ടാൽ പോലും സംസാരിക്കാൻ നിൽക്കണ്ട. മനസ്സിലായോ നിനക്ക്? അച്ഛൻ സ്റ്റക്കായിരിക്കുകയാണ്. അവൻ്റെ വീട്ടിൽ പൊറുതി തുടങ്ങിയിട്ടുണ്ട് എന്ന വാക്ക് മാത്രമേ അവൾ കേട്ടുള്ളൂ. ശ്വാസം ഒക്കെ നിലച്ചുപോയി. തൊണ്ട വരളുന്നു. അച്ഛൻ എന്താ പറഞ്ഞത്? ശ്രീ ആരുടെ വീട്ടിലുണ്ടെന്നാ? അവൾ കേട്ടത് സത്യമാകല്ലേ എന്ന് പ്രാർത്ഥിച്ച് വിക്കിക്കൊണ്ട് ചോദിച്ചു. അവൻ തന്നെ, ആ ശ്രീഹരി. അല്ലാതെ ആര്? വീട്ടിൽ നിന്ന് കയ്യിലിരിപ്പ് കൊണ്ട് പുറത്താക്കിയില്ലേ? ഇനി അവൻ തന്നെ വഹിക്കണം. അവളെ കണ്ടാ പറയോ? വളർത്തു ദോഷം. അച്ചു, ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയുക. ഇനി അവളുടെ കൂടെ നിന്നെ കണ്ട പിന്നെ കോളേജിലേക്കുള്ള പോക്ക് അങ്ങ് നിൽക്കും. മോഹൻ കൈയൊന്ന് പാത്രത്തിലേക്ക് കുടഞ്ഞ് എഴുന്നേറ്റുപോയി. വിവേകും ഒന്നനങ്ങാനാവാതെ ഇരിക്കുകയാണ്. അച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായി. തലയിലാകെ ചൂട് പിടിക്കുന്നു. അച്ചു എച്ചിൽ കൈകൊണ്ട് മുടി പിടിച്ചു വലിച്ചു. നീ എന്താ ഈ കാട്ടണേ അച്ചു? മഹേശ്വരി അവളുടെ കൈ ബലമായി പിടിച്ചു മാറ്റി. അമ്മയെ പുറകോട്ട് തള്ളിക്കൊണ്ട് അവൾ ഉറക്കെ നിലവിളിച്ചു. കയ്യിൽ കിട്ടിയ പാത്രങ്ങളെല്ലാം എറിഞ്ഞുടച്ചു. അച്ചു, നീ എന്തൊക്കെയായി കാണിക്കുന്നേ? വിവേക് അവളെ പിടിച്ചു നിർത്താൻ തുനിഞ്ഞെങ്കിലും കുതറി മാറിക്കൊണ്ട് നിലത്ത് കിടന്നുരുണ്ടു. ദേഹത്ത് പലയിടത്തും ചില്ലുകൾ തുളഞ്ഞു കയറി. 3 പേരും ആ കാഴ്ച കണ്ട് തറഞ്ഞു നിൽക്കുകയാണ്. അവൾ എന്തിനാ അവിടെ പോയത്? പാടില്ല, അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല. അവൾ അവിടെ നിന്നൂടാ. അച്ഛവാ, നമുക്കവളെ കൂട്ടിയിട്ട് വരാം. മകളുടെ പെട്ടെന്നുള്ള മാറ്റവും പരാക്രമവും കണ്ട് പ്രതികരിക്കാനാവാതെ നിൽക്കുകയായിരുന്നു മോഹനൻ. എന്നാൽ വിവേകിൻ്റെ മനസ്സ് നിറയെ സംശയങ്ങളായിരുന്നു. സംയമനം വീണ്ടെടുത്ത മോഹനൻ അച്ചുവിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. നിനക്കെന്താ ഭ്രാന്തായോടെ? എന്തൊക്കെയാ ചെയ്തു വെക്കുന്നേ? അയാൾ അവളുടെ 2 കൈകളിലുമായി പിടച്ചുയർത്തി തൻ്റെ നേരെ നിർത്തി. അച്ഛൻ നുണ പറയല്ലേ. അവൾ ഹരിയേട്ടൻ്റെ വീട്ടിലാണോ? കണ്ണുകളാകെ ചുവന്ന് മുടി ഉലഞ്ഞു നിൽക്കുന്നവൾ തൻ്റെ മകളാണോ എന്ന് പോലും അയാൾക്ക് സംശയം തോന്നി. മോഹനേട്ടാ, ദേ നോക്ക്, ചോര വരുന്നുണ്ട്. ഉറക്കെ കരഞ്ഞുകൊണ്ട് മഹേശ്വരി അച്ചുവിനെ ചേർത്ത് പിടിച്ചു. അമ്മയ്ക്ക് എന്താ? ഞാൻ അച്ഛനോട് സംസാരിക്കുന്നത് കേട്ടില്ലേ? എനിക്കാകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. മാറി നിൽക്കുക അങ്ങോട്ട്. മഹേശ്വരിയെ പിറകോട്ട് തള്ളി മാറ്റിക്കൊണ്ട് അവൾ മോഹനൻ്റെ കോളറിലായി കൈ ചേർത്ത് പിടിച്ചുലച്ചു. അച്ഛന് ഞാൻ ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ? അവളുടെ അലർച്ചയിൽ അയാൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഒരു കൈകൊണ്ട് അവളെ മുന്നോട്ട് മാറ്റി നിർത്തി അവളുടെ കവിളിലായി ആഞ്ഞടിച്ചു. അവൾ പിറകോട്ടുനിന്ന് ആടിപ്പോയി. ഒരു നിമിഷം കണ്ണു തുറച്ച് നിന്നതിന് ശേഷം തളർച്ചയോടെ താഴേക്ക് വീണു. എല്ലാവരും പോയതിനു ശേഷവും ശ്രീഹരി അവിടെ തന്നെ ഇരുന്നു.
ശ്രീലക്ഷ്മി മുറിയിൽ തന്നെ ഇരിക്കുവാണ്. ഉച്ചയ്ക്ക് കഴിക്കാനിരുന്നപ്പോൾ പോലും അവൻ്റെ മുഖത്തേക്ക് നോക്കാനാവാതെ അവൾ അസ്വസ്ഥയായി. ശ്രീഹരി അവളോട് കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. കട്ടിലിൽ കിടന്ന് അവൾ ഉറങ്ങിപ്പോയി. ശരീരവും മനസ്സും ആകെ ക്ഷീണിച്ചിരുന്നു. ഉടലിൽ നിറയെ മണ്ണു പറ്റിയിരുന്നു. ആകെ തളർന്നുപോയ അവളെ ഒരു കയ്യിൽ പിടിച്ച് ആരോ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നുണ്ട്. വേദന കൊണ്ട് കരയാൻ പോലും അവൾക്കാകുന്നില്ല. ചുരിദാർ പലയിടത്തും ഉരഞ്ഞു കീറിയിട്ടുണ്ട്. ചോര കിനിഞ്ഞുറങ്ങുന്നു. ബൈക്കൽ കൂനയിലേക്കാണ് അവളെ പിടിച്ചിട്ടത്. ചുറ്റും നായ്ക്കളുടെ മുരൾച്ച. ഭയം കൊണ്ടവൾ അടിമുടി വിറച്ചു. മാറിൽ നിറയെ നരച്ച രോമമുള്ള ഒരാൾ അവളുടെ ചുരിദാറിൻ്റെ ടോപ്പ് വലിച്ചു കീറി. മുറിവേറ്റ കൈകൊണ്ട് തടയാൻ ശ്രമിച്ചെങ്കിലും അതൊക്കെ നിസ്സാരമായി അയാൾ തട്ടിമാറ്റി. വെറ്റില മണമുള്ള അയാളുടെ പല്ലുകൾ അവളുടെ കഴുത്തിലേക്ക് ആഴ്ന്നിറങ്ങി. ശ്രീയേട്ടാ! മുറ്റത്ത് നിന്ന് അപ്പൂസിന് ചോറ് കൊടുക്കുകയായിരുന്ന ശ്രീഹരി ആ നിലവിളി കേട്ട് ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് പോയി. പാത്രം നിലത്തേക്കിട്ട് അവൻ അകത്തേക്ക് ഓടിക്കയറി. ലച്ചു! ശ്രീലക്ഷ്മി കിടന്ന മുറിയിലെ വാതിൽ തള്ളി തുറന്നപ്പോഴേക്കും അവൻ ആകെ വിയർത്തു പോയിരുന്നു. റൂമിൽ ഇരുട്ടായിരുന്നു. അവൻ കയ്യെത്തി ലൈറ്റിട്ടു. കട്ടിലിരുന്ന് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന ശ്രീലക്ഷ്മിയെ കണ്ട് അവൻ ചേർത്ത് പിടിച്ചു. അവൾ ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ചുറ്റും നോക്കുന്ന കണ്ണുകൾ ആരെയോ തിരയുന്നത് പോലെ. വിയർപ്പിൽ കുളച്ച് മുഖമാകെ വിളറി വെളുത്തിട്ടുണ്ട്. ലച്ചു! എന്താടാ, എന്തു പറ്റി? മുഖം ഇരുകൈയിലും കോരിയെടുത്തുകൊണ്ടവൻ വേദനയോട് ചോദിച്ചു. അവൾ തൻ്റെ മുഖം അവൻ്റെ കഴുത്തിടുക്കിലേക്കായി അമർത്തിവെച്ചു. വിറകൊള്ളുന്ന ശരീരം മുഴുവൻ തണുത്തുറഞ്ഞു പോയതുപോലെ തോന്നി ശ്രീഹരിക്ക്. ശ്രീയേട്ടാ! അയാൾ എന്നെ. ആ ഓർമ്മയിൽ അവൾ വീണ്ടും തല കുടഞ്ഞു. അവനിലെ പിടി കൂടുതൽ മുറുക്കി. ശ്രീഹരി അവളെ അമർത്തി കെട്ടിപ്പിടിച്ചുകൊണ്ട് പുറത്തായി പതിയെ തട്ടിക്കൊടുത്ത് സമാധാനിപ്പിച്ചു. ഒന്നുമില്ല ലച്ചു, സ്വപ്നം കണ്ടതാ. പേടിക്കാതെ, ഞാനില്ലേ. അവൾ കരഞ്ഞു തുടങ്ങിയിരുന്നു. എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവൻ വല്ലാതായി. അവളുടെ മുഖം ബലമായി പിടിച്ചുകൊണ്ട് തനിക്ക് നേരെ നിർത്തി. അവളുടെ മുന്നിൽ ആ കാഴ്ച അപ്പോഴും മായാതെ ഭയപ്പെടുത്തുന്നു. അയാൾ എന്നെ ചീത്തയാക്കാൻ. പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് ശ്രീഹരി അവളുടെ വായ അമർത്തിപ്പിടിച്ചു. അങ്ങനെയൊന്നും ഇല്ല അച്ചു, ഒരിക്കലും ഉണ്ടാവില്ല. നിനക്ക് ഞാനില്ലേ, പിന്നെന്തിനാ പേടി? അവളുടെ മുഖത്തെ വിയർപ്പൊക്കെ ഉള്ളം കൈകൊണ്ട് തുടച്ചു മാറ്റി കൊടുത്തു. എന്നെ വിശ്വാസമില്ലേടി? അവൻ വേദനയോടെ ചോദിച്ചപ്പോൾ അവൾ ഉണ്ടെന്ന് തലയാട്ടി. കരയാതെ, ഇതെനിക്ക് കാണാൻ വയ്യ, പ്ലീസ്. ടേബിളിൽ വെച്ച ഒരു ഗ്ലാസ് വെള്ളം അവളെ കുടിപ്പിച്ചു. അപ്പോഴാണ് അവൾക്ക് സമനില വീണ്ടെടുക്കാൻ പറ്റിയത്. ബലിഷ്ഠമായ വലം കൈയിൽ ചേർന്ന് നിൽക്കുന്ന അവൻ്റെ ചൂടിൽ അവൾ ഒന്ന് വിറച്ചു. പുറകോട്ട് നീങ്ങിക്കൊണ്ടവൾ കഴുത്തിലൂടെ ഒലിച്ചിറങ്ങിയ വിയർപ്പ് തുടച്ചു കളഞ്ഞു. കുറച്ചു സമയം അവർക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അവൻ്റെ മുഖത്ത് നോക്കാനാവാതെ ശ്രീലക്ഷ്മി ബുദ്ധിമുട്ടി. താനൊന്ന് കുളിച്ച് ഈ വേഷമൊക്കെ ഒന്ന് മാറ്റ്. ഞാൻ ഇവിടെ തന്നെയുണ്ട്, പേടിക്കണ്ട. അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അവളോട് പറഞ്ഞു. ശ്രീലക്ഷ്മി തലയാട്ടിക്കൊണ്ട് തളർച്ചയോടെ എഴുന്നേറ്റ് ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് പോയി. ശ്രീഹരി മുറിക്ക് പുറത്തിറങ്ങി. നെഞ്ചിൽ കൈവച്ച് ഒരു നിമിഷം നിന്നു. പിന്നെ കോളർ പിടിച്ച് മുഖത്തോട് ചേർത്ത് വെച്ചു. അവളുടെ ശരീരത്തിലെ മാസ്മരിക സുഗന്ധമേറ്റവൻ കണ്ണുകൾ ഇറുകെ അടച്ചു. പെട്ടെന്ന് അവളുടെ വാക്കുകൾ മനസ്സിലേക്ക് ഓടിയെത്തി. ആരാണയാൾ?